തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ അതിപുരാതനമായ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. പ്രധാന പാതയ്ക്കരികിൽ കുറച്ചൊന്നുയർന്നിട്ടായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അങ്ങ് ദൂരെ നിന്ന് തന്നെ ആരെയും ആകർഷിക്കുന്ന കമനീയമായ ക്ഷേത്ര കവാടം. ഏറ്റവും മുകളിലായി ഭഗവാന്റെ അനന്തശായി രൂപം കുത്തിവെച്ചിട്ടുണ്ട്. പടിക്കെട്ടുകൾ കയറി ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന വിശാലമായ ആനക്കുട്ടിൽ. ആനക്കുട്ടലിന് മുന്നിലായി ചെമ്പുപാളിയിൽ പൊതിഞ്ഞ കൊടിമരം. ശേഷം വലിയ ബലിക്കല്ലും കടന്നാണ് നാം ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തുക. കേരളത്തിൻ്റെ തനതായ വാസ്തുനിർമ്മാണ ശൈലിയുടെ ഉത്തമോദാഹരണമാണ് ഈ ശ്രീകോവിലും മറ്റ് ഉപദേവതാലയങ്ങളും ഒക്കെ തന്നെ. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ശ്രീകോവിലിന് സമീപത്തായി തന്നെ ഭഗവാന്റെ ഗരുഡവാഹന രൂപത്തിൻ്റെ മാതൃക സൂക്ഷിച്ചിട്ടുണ്ട്. ഉത്സവങ്ങൾക്കും മറ്റും എഴുന്നള്ളത്തിനായി ഇത് ഉപയോഗിക്കാറുമുണ്ട്. പഞ്ചപാണ്ഡവരിലെ ഭീമസേനനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നടത്തിയതെന്നാണ് വിശ്വസിക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ ഭീമസേനൻ്റെ ഗദ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ക്ഷേത്ര മതിൽക്കെട്ടിൽ മുൻഭാഗത്തായി തന്നെ മയൻ എന്ന അസുരൻ ഭീമസേനന് നൽകിയ ഗദയുടെ ഒരു രൂപം നിർമ്മിച്ച് സൂക്ഷിച്ചിട്ടുണ്ട്, മയദത്തം എന്ന പേരിൽ. ഈ ക്ഷേത്രോൽപത്തിയുടെ പിന്നിലെ ഐതിഹ്യം, പണ്ട് മഹാഭാരത യുദ്ധത്തിന് ശേഷം പരീക്ഷത്തിനെ മഹാരാജാവായി അവരോധിച്ച ശേഷം പഞ്ചപാണ്ഡവർ ഒരു തീർത്ഥാടനത്തിന് പുറപ്പെടുകയുണ്ടായി. അങ്ങനെ പമ്പയാറ്റിലൂടെയുള്ള അവരുടെ യാത്രാമധ്യേ 5 ഇടങ്ങളിലായി അവർ കൃഷ്ണഭഗവാന് ഉള്ള 5 ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ മേൽ എത്രമാത്രം അനുഗ്രഹം ചൊരിഞ്ഞിരുന്നു എന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണല്ലോ. അങ്ങനെ ആ ഭഗവാനോടുള്ള അവരുടെ ഭക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും ഒക്കെ പ്രതിരൂപമായാണ് 5 ഇടങ്ങളിലായി ഭഗവാന് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ തൃച്ചിട്ടാറ്റ് യുധിഷ്ഠിരനും, ആറന്മുളയിൽ അർജുനനും, തിരുവമ്മണ്ടൂർ നകുലനും, തൃക്കൊടിത്താനത്ത് സഹദേവനും, ഇവിടെ ഈ തൃപ്പുലിയൂരിൽ ഭീമസേനനും മഹാവിഷ്ണുവിന് അഥവാ ശ്രീകൃഷ്ണന് ആയുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇവിടെ മഹാവിഷ്ണു തൃപ്പുലിയൂരപ്പനാണ്. മയൻപിറാൻ ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതമാരായി അയ്യപ്പൻ, രക്ഷസ്, ഭഗവതി, കൃഷ്ണൻ, അങ്ങനെ എല്ലാവരുമുണ്ട്. എല്ലാ വർഷവും മേടമാസത്തിൽ അഥവാ ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുക. 10 ദിവസമാണ് ഉത്സവ ആഘോഷങ്ങൾ. ഇവ കൂടാതെ വൈകുണ്ഠ ഏകാദശി, തിരുവോണം എന്നിങ്ങനെ ഒട്ടുമിക്ക പ്രധാന ചടങ്ങുകളും ഇവിടെ കെങ്കേമമായി ആഘോഷിച്ചു പോരാറുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ നമ്മ ആൾവാർ രചിച്ച 4000 ദിവ്യപ്രബന്ധം എന്ന ഗ്രന്ഥത്തിലൊക്കെ തന്നെ ഇവിടുത്തെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ക്ഷേത്ര ശ്രീകോവിലിന് മുകളിലെ വിമാനം പുരുഷസൂക്ത വിമാനം എന്നാണ് അറിയപ്പെടുക. സപ്തർഷികളുടെ സാന്നിധ്യവും ഇവിടെ പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്. ക്ഷേത്ര പരിസരം പുണ്യം പൂങ്കാവനം എന്ന പദ്ധതിയാക്കി ഈ പരിസരമാകെ ഒരു പൂങ്കാവനമാക്കി മാറ്റുന്നതിനും ക്ഷേത്രക്കുളം നവീകരിച്ച് ശുദ്ധീകരിച്ച് ഉപയോഗപ്രദമാക്കി മാറ്റുന്നതിനുമുള്ള പദ്ധതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചപാണ്ഡവർ സ്ഥാപിച്ച 5 ക്ഷേത്രങ്ങളും ഒരേ യാത്രയിൽ ഒരുമിച്ച് തൊഴുതുമടങ്ങുന്നത് ഒരു പുണ്യപ്രവൃത്തിയായി ഭക്തജനങ്ങൾ കരുതിപ്പോരുന്നു. ശിബി ചക്രവർത്തിയുടെ പുത്രൻ വിരുക്ഷദർഭിയുടെ കോപത്തിൽ നിന്നും സപ്തർഷികളെ രക്ഷിച്ച് ഭഗവാൻ അവർക്ക് ഇവിടെ വെച്ച് മോക്ഷം കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു.
അതുപോലെ തന്നെ പുലിയെ കണ്ട ഊര് അഥവാ പുലിയെ കൊന്ന ഊര് എന്ന അർത്ഥത്തിലാണ് പുലിയൂർ എന്ന പേര് വന്നതെന്നും കരുതപ്പെട്ടു പോകുന്നു. എന്തുതന്നെയായാലും മഹാവിഷ്ണു ഇവിടെ മായൻ പെരുമാളാണ്, തൃപ്പുലിയൂർ അപ്പനാണ്.